ഒരു രൂപ പോലും നൽകാതെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു കാര്യം, ലോകത്തിലെ മുഴുവൻ സമ്പത്തും പകരം നൽകിയാൽ പോലും ഒരിത്തിരി പോലും അധികമായി ലഭിക്കാത്ത ഒന്ന്, അതാണ് ടൈം, സമയം എന്ന് പറയുന്നത്. ഈ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുന്നതും അത് അനാവശ്യമായി പാഴാക്കി കളയുന്നതുമാണ് നമ്മളും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നമ്മുടെ ഓരോരുത്തരുടെയും ഹാബിറ്റ്സിൻ്റെ ഇടയിലേക്ക് പോൺ ഫിലിംസ് കാണുന്നതും മാസ്റ്റർബേറ്റ് ചെയ്യുന്നതും കടന്നുകൂടിയിട്ട് വർഷങ്ങളായി കാണും. ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ ഇതുവരെ അതിനുവേണ്ടി എത്ര സമയം ചെലവഴിച്ചു എന്നതിന് വല്ല ഊഹവുമുണ്ടോ? നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ഒരു ശരാശരി മനുഷ്യന് ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുള്ള ശരാശരി സമയത്തിൻ്റെ അളവാണ്. ഒരു നിമിഷം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ഇതുകൊണ്ട് നമ്മൾ എന്ത് നേടി? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി നേടിത്തരാൻ ഈ ശീലത്തിന് കഴിഞ്ഞോ? ഉത്തരം തീർത്തും നിരാശയായിരിക്കും സമ്മാനിക്കുക. ഒരുപക്ഷെ പഠനകാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപാട് പിന്നോട്ട് പോയത് ഉൾപ്പെടെ കുറേ നഷ്ടങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവുക. നോഫാപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ മുമ്പ് ഇത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് നീക്കി വെച്ചിരുന്ന നിങ്ങളുടെ വിലയേറിയ സമയത്തെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഇതിനുവേണ്ടി എല്ലാവരോടും പുസ്തകം വായിക്കാൻ പറയാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം. നമ്മൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിച്ചുറപ്പിക്കണം. അതിന് വേണ്ടുന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ സമയത്ത് നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത ആ സ്കിൽസിനെ വേണ്ട വിധം ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തണം. അതുവഴി മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന വിജയം നേടാനാകൂ. ഉദാഹരണമായി ഷാറുഖ് ഖാൻ എന്ന മഹാനായ കലാകാരൻ്റെ ജീവിതമെടുക്കാം. തുടക്കകാലത്ത് അദ്ദേഹത്തിന് വലിയ അവസരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം വെറുതെ സമയം പാഴാക്കിയില്ല. തൻ്റെ കഴിവിനെ വളർത്താൻ തിയേറ്റർ നാടകങ്ങളിലും സീരിയലുകളിലും TV പ്രോഗ്രാമുകളിലും അങ്ങനെ തനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിനിയോഗിച്ചു. എന്നും രാത്രി കണ്ണാടിക്ക് മുമ്പിൽ ആവർത്തിച്ച് പല രംഗങ്ങളും ചെയ്ത് പഠിച്ച് തന്നിലെ നടൻ്റെ മാറ്റുകൂട്ടിയെടുത്തു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദ ഓൺലി ടൈം ഐ ഡോണ്ട് വർക്ക് ഈസ് വെൻ ഐ ആം സ്ലീപ്പ് എന്ന്. ഉറങ്ങുമ്പോൾ മാത്രമായിരുന്നു ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് എന്ന്. അല്ലാത്ത സമയങ്ങളിലെല്ലാം അദ്ദേഹം തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഒരിക്കൽ ബസ് ടിക്കറ്റ് എടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങേണ്ടി വന്ന അതേ നഗരത്തിൽ 200 കോടി രൂപയോളം വിലമതിപ്പുള്ള മന്നത്തി എന്ന വീട്ടിൽ അന്തിയുറങ്ങുന്ന $600 മില്യൺ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ സിനിമാ താരമായി മാറിയത്. ഇന്ന് നാം നമ്മുടെ സമയത്തെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നാളെ വീണ്ടും എൻ്റെ സമയം ശരിയല്ല എന്ന് പറയേണ്ട ഗതി വരും. നമ്മുടെ ജീവിതത്തെ പരിമിതികൾക്കുള്ളിൽ അടച്ചിടാനും സാധ്യതകളിലേക്ക് തുറന്നു വിടാനുമുള്ള ആ താക്കോൽ അത് നമ്മളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അതുതന്നെയാണ് പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ്.